അയ്യോ ഞാൻ എന്നെക്കാൾ പോകേണ്ടിയിരുന്ന ആൾക്കാരില്ലേ അവിടെ. ഞാൻ തീർച്ചയായും പറയും ആദില, നൂറ. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല. പിന്നെ കുറച്ച് ഇനാക്റ്റീവ് ആയിട്ടും അവിടെ സേഫ് ഗെയിം ആയിട്ട് കളിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്ത അവരാണ്. നൂറൊക്കെ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ മടിച്ച് മടി 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 നൂറൊന്നും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാപ്പ് തരണം. എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ അത് ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ, ജനങ്ങളുടെ വോട്ട് കിട്ടാൻ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാക്കിയിടത്തോളം എന്താ അറിയോ, എന്തൊക്കെ നെഗറ്റീവായിട്ട് ചെയ്താൽ മാത്രമേ ഇഷ്ടം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കാണിച്ചോട്ടെ ശരിയായില്ല. അത് പറയാൻ നീ ആരടി അസത്തെ? അങ്ങനെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവർക്ക് ഈ അമ്മയെ കൊന്നാലും രണ്ട് കൂട്ടം എന്ന് പറയുന്ന ഒരു, എന്നാലും ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ആലോചിക്കണം. തന്നെ പോലെ എടുത്തിയാറുടെ സ്വഭാവക്കാരനല്ല ഞാൻ. ഇപ്പൊ ലക്ഷ്മി എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കാര്യത്തിൽ പറയുമ്പോൾ എല്ലാവരും അഗൈൻസ്റ്റ് ആയിരുന്നു ഇൻസൈഡ് ദ ഹൗസ്. എന്താ ലക്ഷ്മി, എന്താണിത്? നിങ്ങളുടെ പ്രശ്നം എന്റെ പ്രശ്നമല്ലേ? പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കില് ലക്ഷ്മിക്ക് അനുകൂലമായിട്ട് കുറെ ആൾക്കാർ ഉണ്ടാകാം. ശീലായി പോയി, മാറ്റിക്കോളാം. മാറ്റണ്ട. ലക്ഷ്മിയും അല്ലെങ്കിൽ സാബുമാനും പുറത്ത് ആവേണ്ടതായിരുന്നു, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇവരാരെങ്കിലും ആയിരിക്കുമോ എന്ന്. ഞാൻ നീ വിഷമിക്കണ്ടെന്ന്, ഇനി സമയമുണ്ടല്ലോ. എന്നേക്കാൾ ഉപരി ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതാ ലാലേട്ടനോട് ഞാൻ പറഞ്ഞത്, ഞാൻ മോശമായി കളിച്ചുകൊണ്ടല്ല ഞാൻ പുറത്തായത്. അവരെന്നേക്കാൾ ഒരു പടി മുകളിൽ കളിച്ചുകൊണ്ടായിരിക്കും. കേറാനുള്ള ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്ന സാധനം തന്നെ, അത് തന്നെ നിങ്ങൾ നല്ലതാണെന്ന് പറയുന്ന ഒരു സാധനം. കൊണ്ടൊന്നും പറയിപ്പിക്കില്ല, അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. അപ്പോ ഒരിക്കലും മോശം ആൾക്കാരകത്ത് വിടില്ല. സോ ബാക്കിയുള്ളവൻ ഒരു പരി മേലെയായി പോയി. സിമ്പിൾ. പറഞ്ഞല്ല ആവശ്യമില്ലാത്ത മണിക്കൊക്കെ ഉണ്ടാവും.